ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതോടെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ കാര്യമായ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ നയങ്ങൾ തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയാണ് ഇതിന് പ്രധാന കാരണം. ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന തങ്ങളുടെ സ്വർണ്ണ ശേഖരം തിരികെ കൊണ്ടുവരണമെന്ന ശക്തമായ ആവശ്യം യൂറോപ്പിൽ ഉയർന്നിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധസമയത്ത് റഷ്യയുടെ സ്വർണം ഉൾപ്പെടെയുള്ള വിദേശ കരുതൽ ധനം അമേരിക്ക മരവിപ്പിച്ചത് വലിയ രാജ്യാന്തര വിവാദമായിരുന്നു. ഈ സംഭവം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു വലിയ ഭയം സൃഷ്ടിച്ചു. തങ്ങളുടെ സ്വർണത്തിന്റെ കാര്യത്തിലും അമേരിക്ക സമാനമായൊരു നീക്കം നടത്തുമോ എന്ന ആശങ്ക യൂറോപ്പിലെ സർക്കാരുകൾക്കും സാമ്പത്തിക വിദഗ്ധർക്കുമിടയിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ യൂറോപ്പിലെ നികുതിദായകരുടെ കൂട്ടായ്മയായ ടാക്സ് പേയേഴ്സ് അസോസിയേഷൻ ഓഫ് യൂറോപ്പ് അഥവാ TAE അമേരിക്കയിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം തിരികെ എത്തിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെത്തിക്കണം. അത് ഏത് സമയത്തും രാജ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കണം. കൂടാതെ നിലവിലുള്ള സ്വർണം അവിടെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. തുടങ്ങിയ ആവശ്യങ്ങളാണ് TAE ഉന്നയിക്കുന്നത്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യങ്ങളിൽ ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ് എന്നിവ പ്രധാനമാണ്. സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ രാജ്യങ്ങൾ സ്വർണം ഒരു കരുതൽ ധനമായി സൂക്ഷിക്കാറുണ്ട്. മിക്ക രാജ്യങ്ങളും തങ്ങളുടെ സ്വർണ്ണ ശേഖരത്തിന്റെ ഒരു ഭാഗം വിദേശ രാജ്യങ്ങളിലും സൂക്ഷിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ സ്വർണം രാജ്യത്തിനകത്തുള്ളതിന് പുറമെ ബ്രിട്ടനിലും അമേരിക്കയിലും സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്തിടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ വലിയൊരു ഭാഗം ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ജർമ്മൻ ബുൺസ്റ്റാഗ് അംഗങ്ങൾക്ക് അമേരിക്കൻ സ്വർണ്ണശേഖരം പരിശോധിക്കാൻ അനുമതി നിഷേധിച്ചത് TAE പ്രത്യേകമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായും സ്വർണം തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നതായും അവർ വാദിക്കുന്നുണ്ട്. രാജ്യാന്തര രാഷ്ട്രീയ സാഹചര്യം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ വിദേശത്ത് നിന്ന് സ്വർണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നതിനുള്ള സാധ്യത നിലവിലുണ്ട്. കൂടാതെ പ്രശ്നം സങ്കീർണമാകുമ്പോൾ വിദേശ രാജ്യങ്ങൾ സ്വർണം തിരിച്ചു നൽകാൻ വിസമ്മതിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ഈ നിക്ഷേപങ്ങളെല്ലാം കൃത്യമായ കരാറുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും സമീപകാല സംഭവങ്ങൾ ഈ കാര്യത്തിൽ സംശയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ നയങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നതാണ്. സർക്കാരിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ബാങ്ക് പ്രവർത്തിക്കണമെന്ന നിലപാടാണ് ട്രംപിനുള്ളത്. പലിശ നിരക്കിൽ മാറ്റം വരുത്തുന്നതിനും സർക്കാരിന്റെ തീരുമാനം നിർണായകമാണെന്ന് ട്രംപ് കരുതുന്നു. എന്നാൽ ഫെഡറൽ റിസർവ് സ്വതന്ത്ര തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സാധ്യതയുള്ളത്. അമേരിക്കയിലെ ഈ ആഭ്യന്തര തർക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുതരം അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. യൂറോപ്പുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് അമേരിക്കയുടെ എക്കാലത്തെ നയം. എന്നാൽ ട്രംപ് പ്രസിഡന്റ് ആയതു മുതൽ ഇതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇറക്കുമതി ചുങ്കം ചുമത്തിയതിൽ യൂറോപ്പ് കടുത്ത അമർഷത്തിലായിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വർണം തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടം തടയുമോ എന്ന ആശങ്കയും യൂറോപ്പിലുണ്ട്. അമേരിക്ക, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ചൈന, സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ സ്വർണ്ണ ശേഖരത്തിന്റെ ഒരു ഭാഗം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ന്യൂയോർക്ക് ബാങ്കിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് 200 മെട്രിക് ടൺ സ്വർണം അടുത്തിടെ 2 തവണകളായി തിരിച്ചു കൊണ്ടുവന്നിരുന്നു. സമാനമായ നടപടി യൂറോപ്പിലെ രാജ്യങ്ങളും സ്വീകരിക്കണമെന്നാണ് നിലവിൽ ഉയരുന്ന ആവശ്യം. ഇത് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണ നീക്കങ്ങളിലും നയപരമായ മാറ്റങ്ങളിലും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. അതേസമയം കുടിയേറ്റ വിഷയത്തിൽ US സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾക്ക് കോടതി സാധുത നൽകിയിരിക്കുകയാണ്. 3 ലിബറൽ ജഡ്ജിമാരുടെ കടുത്ത വിയോജിപ്പോടെയാണ് 6-3 ഭൂരിപക്ഷത്തിൽ ഈ വിധി പാസ്സായത്. ഇത് ആയിരക്കണക്കിന് കുടിയേറ്റക്കാരുടെ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. പ്രധാനമായും ഈ വിധി ഊന്നി പറയുന്നത് കുടിയേറ്റക്കാരെ സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളോ പീഡനങ്ങളോ പരിഗണിക്കേണ്ടതില്ല എന്നും അവരെ നിർബന്ധിതമായി തിരിച്ചയക്കാമെന്നുമാണ്. അതായത് മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള പീഡനങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരം നൽകണമെന്ന ജുഡീഷ്യൽ ഉത്തരവ് ഇതോടെ ഇല്ലാതായി. ഈ വിധി ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി കുടിയേറ്റം കർശനമാക്കുന്നതിനുള്ള ഒരു നിയമപരമായ അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു. ഇത് ആഗോള കുടിയേറ്റ നയങ്ങളിലും മനുഷ്യാവകാശ വിഷയങ്ങളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. യൂറോപ്പുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് അമേരിക്കയുടെ എക്കാലത്തെ നയം. എന്നാൽ ട്രംപ് പ്രസിഡന്റ് ആയതു മുതൽ ഇതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇറക്കുമതി ചുങ്കം ചുമത്തിയതിൽ യൂറോപ്പ് കടുത്ത അമർഷത്തിലായിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വർണം തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അമേരിക്കൻ ഭരണകൂടം തടയുമോ എന്ന ആശങ്കയും യൂറോപ്പിലുണ്ട്.